ഗർഭിണിയാകാൻ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സ്പേം അല്ലെങ്കിൽ ബീജം, എഗ് സെൽ അല്ലെങ്കിൽ അണ്ഡകോശം, പിന്നെ യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം. ഇതിൽ സ്പേം എന്നത് ഒരു പെൺ അണ്ഡത്തെ ബീജസങ്കലനം ചെയ്യാനും ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കാനും ആവശ്യമായ ജനിതക വസ്തുക്കൾ അടങ്ങിയ പുരുഷ പ്രത്യുൽപാദന കോശങ്ങളാണ്. ഒരു എഗ് സെൽ എന്നത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ആവശ്യമായ ജനറ്റിക് ഇൻഫർമേഷന്റെ പകുതി അടങ്ങിയ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലാണ്. ഈ എഗ് സെൽ ഓവറീസ് അല്ലെങ്കിൽ അണ്ഡാശയത്തിനകത്തുള്ള ഫോളിക്കിൾ എന്ന് വിളിക്കുന്ന അറകൾക്കുള്ളിലാണ് ഉണ്ടാവുക. ഒരു സ്ത്രീ പ്രായപൂർത്തിയാകുന്നതോടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലുട്ടിനൈസിംഗ് ഹോർമോൺ എന്നിവയെ പുറത്തേക്ക് വിടുന്നു. ഈ ഹോർമോണുകൾ ഓവറിയിൽ എത്തുമ്പോൾ അവ എഗ് സെല്ലിനെ വളരാനും മെച്ചുറാകാനും സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ഫോളിക്കിൾസ് ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുന്നു. ഇത് FSHന്റെ ഉൽപ്പാദനം നിർത്തുകയും കൂടുതൽ LH പുറത്തുവിടാൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് സിഗ്നൽ നൽകുകയും ചെയ്യും. LHന്റെ ഈ പെട്ടെന്നുള്ള വർധനവ് ഏറ്റവും മെച്ചുറായ എഗ് സെല്ലിനെ അതിൻ്റെ ഫോളിക്കിളിൽ നിന്നും ഓവറിയുടെ വാളിലൂടെ പുറത്തു വരാൻ കാരണമാകുന്നു. ഈ പ്രക്രിയയെ ഓവുലേഷൻ എന്ന് വിളിക്കുന്നു. ഇത് സാധാരണയായി ആർത്തവത്തിന് 10 മുതൽ 16 ദിവസം മുൻപ് സംഭവിക്കുന്നു. ഈ സമയത്ത് യൂട്രസ് ഫെർട്ടിലൈസ് എഗ്ഗിനെ റിസീവ് ചെയ്ത് കുഞ്ഞിന് സേഫായി വളരാൻ ആവശ്യമായി ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ഒരു ലൈനിങ് ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിന് എൻഡോമെട്രിയം എന്ന് പറയുന്നു. ഈ പുറത്തു വന്ന എഗ് സെൽ ഫലോപ്പിയൻ ട്യൂബിലൂടെ യാത്ര തുടരുന്നു. ഓവുലേഷൻ കഴിഞ്ഞ് 12 മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു സ്പേം കൊണ്ട് എഗ് ഫെർട്ടിലൈസ് ആയാൽ മാത്രമേ ഗർഭധാരണം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കാരണം എഗ് സെൽ ഏകദേശം 1 ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ സ്പേമിന് സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്കുള്ളിൽ 5 ദിവസം വരെ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഓവുലേഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും ഗർഭധാരണം സംഭവിക്കാം. ഓവുലേഷന് മുൻപുള്ള ദിവസങ്ങളിലോ ഓവുലേഷന്റെ അന്ന് തന്നെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ബീജസങ്കലനത്തിലുള്ള ഏറ്റവും ഉയർന്ന സാധ്യത നൽകുന്നു. അങ്ങനെ നമ്മുടെ സ്പേം എഗ്ഗിനെ തേടി പോവുകയും ഓവുലേഷൻ നടക്കുന്ന ദിവസം കണ്ടുമുട്ടുകയും ചെയ്യുകയാണെങ്കിൽ ബീജസങ്കലനം നടക്കുകയും ആ സ്ത്രീ പ്രഗ്നന്റ് ആവുകയും ചെയ്യുന്നു. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ബീജസങ്കലനം നടന്നില്ലെങ്കിൽ അണ്ഡത്തിന്റെ യാത്ര അവിടെ അവസാനിക്കുകയും ആ മാസത്തേക്കുള്ള ഗർഭധാരണ സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് വന്ന് എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രോജന്റെയും അളവ് കുറയുന്നു. ഇതിന്റെ ഫലമായി ഗർഭാശയ ഭിത്തി അല്ലെങ്കിൽ എൻഡോമെട്രിയം കട്ടിയാകുന്നത് നിർത്തുകയും ശിഥിലമാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒടുവിൽ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ബ്ലഡും ടിഷ്യൂവും പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ.